പത്രപ്രവർത്തനം എന്നുള്ള മേഖലയിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തീരുമാനമെടുക്കുന്ന സമയത്താണ് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മലയാള മനോരമയിലേക്കൊരു മത്സരത്തിന് ഒരു ലേഖനം അയക്കുന്നത്. അതൊരു കഥയായി പിന്നെ അത് ഞാൻ മാറ്റി. ഒരു കുറച്ച് ദിവസം മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് മണികൾക്ക് മുമ്പാണ് അതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ അതിൽ ആ മത്സരത്തിൽ പ്രതിപാദിച്ച വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥ. ഇത് പരസ്പരം കുടിയേറ്റക്കാരാരാണ്, കയ്യേറ്റക്കാരാരാണ്, അന്യൻ്റെ സ്ഥലം കവർന്നെടുക്കുന്നവരാരാണ് എന്ന് തിരിച്ചറിയാനുള്ള മനുഷ്യനും പ്രകൃതിയും, അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന, കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ, മനുഷ്യരല്ലാത്ത മൃഗങ്ങൾ, അവർ തമ്മിലുള്ള ഒരു പന്തയത്തിൻ്റെ കഥയാണിത്. നിലനിൽപ്പിന് വേണ്ടി അന്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലാതെ അന്യൻ്റെ സ്ഥലം കയ്യേറുന്നവർ, അതിലൂടെ മറ്റൊരു ജീവിത വ്യവസ്ഥയുടെ, മറ്റൊരു ആവാസ വ്യവസ്ഥയുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നവർ, അവരാരാണോ അവരാണ് മനുഷ്യർ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ കഥ ചെന്നെത്തുന്നത്. ചെറിയൊരു കഥയാണ്. നമ്മൾ പല ലേഖനങ്ങൾ, കേരള എക്കോണമി എന്നുള്ള ലേഖനത്തിലടക്കം ചർച്ച ചെയ്ത ചില വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഈ കഥയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാണ് വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനെ കൂടുതൽ പ്രായോഗിക തലത്തിൽ വിശകലനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പുനരവലോകനം ചെയ്തുകൊണ്ട് മനുഷ്യജീവന്, സ്വത്തിന് സംരക്ഷണം തരേണ്ട രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റേണ്ടതിനെക്കുറിച്ച് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുകൂടി ഇതിൽ പ്രതിപാദിക്കുന്നു. എല്ലാറ്റിനുപരി പ്രകൃതിയോട് ചേർന്നുള്ള, പ്രകൃതിയെ അംഗീകരിച്ചുകൊണ്ട്, പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. മനുഷ്യകുലത്തിൻ്റെ, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ തിരിച്ചറിവിലേക്ക് ഈ കഥ നമ്മളെ നയിക്കട്ടെ. താങ്ക് യു.